ഹായ് ഓൾ, നിങ്ങളൊരു ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുതാത്ത ഒരു എക്സാമാണ് RRB JEE എക്സാം. പ്രത്യേകിച്ച് നിങ്ങൾ ടെക്നിക്കൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും ഈ ഒരു എക്സാം എഴുതാതിരിക്കരുത്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ, എക്സാം നോട്ടിഫിക്കേഷൻ എന്ന് വരുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ഐഡിയ ആയിട്ടുണ്ട്. ഒരു ജൂലൈ സെപ്റ്റംബർ ആ ഒരു സമയത്തേക്കിന് എന്ത് ചെയ്യും, ഇതിൻ്റെ എക്സാം നോട്ടിഫിക്കേഷനൊക്കെ വരും. അതുപോലെ തന്നെ RRB ALP, RRB ടെക്നീഷ്യൻ തുടങ്ങിയ എക്സാമുകളുടെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, റെയിൽവേയിൽ കുറേ അവസരങ്ങളാണ് വരുന്നത്. ചെറുതായിട്ട് RRB ALPയുടെ വേക്കൻസി ഒക്കെ കുറഞ്ഞെന്ന് പറഞ്ഞാലും റിവൈസ്ഡ് വേക്കൻസീസ് ഒക്കെ വരുമ്പോൾ നമുക്ക് അറിയത്തില്ല, അത് കൂടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ എക്സാംസ് ഒക്കെ നിങ്ങൾക്കൊരു നല്ലൊരു അവസരമാണ് മുമ്പിൽ തരുന്നതെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. അപ്പം RRBയുമായിട്ട് ബന്ധപ്പെട്ട കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ CBT 1 എന്താണ്, CBT 2 എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് RRB JEE മെക്കാനിക്കലിൻ്റെ സിലബസ്, അതായത് CBT 2ലാണ് ടെക്നിക്കൽ പാർട്ട് വരുന്നത്, അല്ലേ? CBT 2ലാണ് ടെക്നിക്കൽ പാർട്ട് വരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ സിലബസ് ഒന്ന് നോക്കാനാണ് നമ്മളിത് നോക്കുന്നത്. അപ്പോൾ കുറേ പേര് ഇങ്ങനെ ചോദിച്ചിരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ സിലബസ് നോക്കും. അതുപോലെ ലാസ്റ്റ് ടൈം ഒരു 4-5 വർഷം മുന്നേ 2018ലാണ് ഈ എക്സാം വന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ചോദിച്ച ഒരു എക്സാമിൻ്റെ ഒരു വെയിറ്റേജ്, സിലബസ് വെയിറ്റേജും അല്ലെങ്കിൽ സബ്ജക്ട് വെയിറ്റേജും എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ജസ്റ്റ് ആദ്യമായിട്ടൊക്കെ കാണുന്നവർക്കാണ് ഞാൻ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. എങ്ങനെയാണ് അല്ലെ അതിൻ്റെ ഒരു സ്ട്രക്ചർ, എക്സാമിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളൊരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ തരാം. ഇതിൽ RRB എക്സാം നടക്കുന്നത് CBT 1, CBT 2, പിന്നെ അതുപോലെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, പിന്നെ ഫൈനൽ മെഡിക്കൽ എക്സാമിനേഷൻ. ഈ 4 സ്റ്റേജിലാണ് പോകുന്നത്. പക്ഷേ ഈ 4 സ്റ്റേജും കാണുമ്പോൾ ഈ 4 സ്റ്റേജ് ഉണ്ടല്ലോ, ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ വിചാരിച്ചാൽ പിന്നെ നമുക്ക് ഒരു കാര്യത്തിന് മുന്നിട്ട് ഇറങ്ങാൻ സാധിക്കില്ല. അപ്പോൾ ഇതെല്ലാം അത്യാവശ്യം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഭയങ്കര ടഫായിട്ടുള്ള കാര്യമൊന്നുമല്ല. അതിൽ CBT 1ൽ നമുക്കറിയാം ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, അല്ലേ? ജനറൽ അവയർനെസ്സും അല്ലെങ്കിൽ കുറച്ച് മാത്തമെറ്റിക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള, അല്ലെ ബേസിക് ആയിട്ടുള്ള സയൻസ് റിലേറ്റഡ് കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ CBT 1ൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഇത് ഈ പറയുന്ന ഒരു ഭയങ്കര ടഫായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, പക്ഷേ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയണം. അത് ഈ ചുരുങ്ങിയ സമയത്തിനിടയ്ക്ക് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളത്, വലിയ വിഷയമുള്ള കാര്യമല്ല. മാത്രമല്ല CBT 1 ഒരു കട്ട് ഓഫ് നേച്ചർ ഉള്ള ഒരു ഇതാണ്. അതിൻ്റെ മാർക്കൊന്നും ഇത്ര വേണമെന്നൊന്നുമില്ല. ഒരു കട്ട് ഓഫ് മാർക്ക് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, CBT 2ലോട്ട് പോകാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ട് അതിൻ്റെ മാർക്ക് വേറെ ഇവിടെ ബാധകമൊന്നും ആവുന്നില്ല. ഒരു കട്ട് ഓഫ് മാർക്ക് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അച്ചീവ് ചെയ്താൽ മതി, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, CBT 2ലോട്ട് പോകാൻ പറ്റും. അപ്പോൾ CBT 2ലോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കിന് അവിടെയൊക്കെ ആണ് നമ്മുടെ ടെക്നിക്കൽ സബ്ജക്റ്റ്. ടോട്ടൽ 150 മാർക്കിനാണെങ്കിൽ അവിടെ നമ്മുടെ ടെക്നിക്കൽ സബ്ജക്റ്റ് ഒരു 100 മാർക്കിനോളം വരുന്നുണ്ട്. അതെന്താണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ, ഇതിനെ പറ്റിയൊക്കെ ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റേജ്. ഞാൻ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് സ്റ്റേജിലെ എക്സാംസ് മാത്തമെറ്റിക്സ് ഉണ്ട്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്, ജനറൽ സയൻസ് ഉണ്ട്. അപ്പോൾ 30 മാർക്ക് വെച്ചിട്ടാണ് 30, 25, 15, 30 എന്നുള്ളൊരു വെയിറ്റേജിൽ 100 മാർക്കാണ് വരുന്നത്. 90 മിനിറ്റ്സ് ഡ്യൂറേഷൻ ഉള്ള എക്സാംസ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ മാത്തമെറ്റിക്സിൻ്റെ കേസൊക്കെ എടുത്താൽ LCM, HCF അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ജനറൽ അവയർനെസ്സും ജനറൽ സയൻസും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തുടങ്ങിയ സബ്ജക്റ്റുകളുടെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് അവിടെ ചോദിക്കുന്നത്. അല്ലാണ്ട് നമുക്ക് ഭയങ്കര ടഫായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. ഒരു ഡിപ്ലോമ ബിടെക് ഒക്കെ കഴിഞ്ഞവർക്ക് ഈ ഒരു കാര്യങ്ങൾ പഠിക്കുക എന്ന് പറയുന്ന ഒരു ബാലികേറ മല അല്ല എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർക്കുക. നിങ്ങൾക്ക് പക്ഷേ വേണ്ടത് ഒരു പ്രാക്ടീസ് വേണം. എല്ലാത്തിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ സെയിം ആയിരിക്കും, പക്ഷേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടൊരു പ്രാക്ടീസ് വേണം, കണ്ടൊരു പരിചയം വേണം. അത് പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഉണ്ടെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ, അല്ലാണ്ട് വലിയ പ്രശ്നമുള്ള കാര്യമല്ലെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അടുത്ത സെക്കൻഡ് സ്റ്റേജിലും കുറച്ച് ജനറൽ അവയർനെസ്, ഒരു 15 മാർക്കിന് ജനറൽ അവയർനെസ് വരുന്നുണ്ട്. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഒരു 15 മാർക്കിൽ വരുന്നുണ്ട്. പിന്നെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ബേസിക് ആയിട്ടുള്ള വേർഡ് കാര്യങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. പവർ പോയിന്റ്, വേർഡ്, അതിൽ യൂസ് ചെയ്യുന്ന ടൂളുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ചോദിക്കുന്നത്. അതുപോലെ ബേസിക് എൻവയോൺമെൻറ്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ആ ക്വസ്റ്റിനിൽ തന്നെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആ സിലബസ് പേര് തന്നെ പറയുന്നുണ്ട്. ബേസിക്സ് ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് പൊല്യൂഷൻ, അല്ലെങ്കിൽ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അതൊക്കെ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ചോദിക്കുന്നത്. പിന്നെ നമ്മുടെ കോറിലേക്ക് വരികയാണ് ടെക്നിക്കൽ എബിലിറ്റീസ്. CBT 2 എക്സാമിൽ 100 മാർക്കിന് ടെക്നിക്കൽ എബിലിറ്റീസ് ആണ് വരുന്നത്. അതിലാണ് നമ്മുടെ 100 മാർക്കിൻ്റെ ടെക്നിക്കൽ കണ്ടന്റ് അവിടെ ചോദിക്കുന്നത്. അപ്പം ടോട്ടൽ 150 മാർക്കിനാണ് ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമുക്കിനി ആ ഒരു
ടെക്നിക്കൽ സൈഡിൽ മെക്കാനിക്കൽ സബ്ജക്ട്സ് ഏതൊക്കെയായിരുന്നു, അതിൻ്റെ വെയിറ്റേജ് ലാസ്റ്റ് ടൈം എങ്ങനെയൊക്കെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഓരോ എക്സാമുകൾക്കും ഓരോ പ്രത്യേകതയുണ്ട്. ചില എക്സാമുകൾക്ക് കൊടുക്കുന്ന സബ്ജക്ട് വെയിറ്റേജ് ആയിരിക്കത്തില്ല വേറൊരു എക്സാമിന് വരുന്നത്. ഉദാഹരണം, ഇപ്പോൾ SSC JEക്ക് കൊടുക്കുന്ന ഒരു സബ്ജക്ട് വെയിറ്റേജ് ആയിരിക്കത്തില്ല RRB JEക്ക്. പക്ഷേ സബ്ജക്റ്റുകളൊക്കെ ഏറെക്കുറെ ഒന്നായിരിക്കും. പക്ഷെ ഓരോ സബ്ജക്റ്റുകൾക്കും എന്ത് കാണും, അവർ കൊടുക്കുന്ന വെയിറ്റേജ് ഇതായിരിക്കും. നമുക്കറിയാം നോർമലി PSCക്ക് തന്നെ ഓരോ പോസ്റ്റിലേക്ക് വിളിക്കുന്ന ഓരോ എക്സാമുകൾക്കും എന്തോ ഉണ്ട്, ആ സബ്ജക്റ്റ് എല്ലാം കോമൺ ആണെങ്കിൽ അവിടെ ഒരു വെയിറ്റേജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറെക്കുറെ മാറിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, നമ്മൾ പല ടെക്നിക്കൽ എക്സാമുകൾക്കും പ്രിപ്പയർ ചെയ്ത സബ്ജക്റ്റുകളൊക്കെ തന്നെയായിരിക്കും ഇവിടെയും വരുന്നത്. ഓക്കെ, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പം നമുക്കറിയാം ക്വാളിഫിക്കേഷൻ 3 ഇയർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഓർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ആണ്. ഇതിൻ്റെ അണ്ടറിൽ വരുന്ന ബ്രാഞ്ചുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അതായത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയും ബിടെക്കും ഉള്ളവർക്ക്, അതുപോലെ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ബിടെക് ഉള്ളവർക്ക്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗ്, മെക്കാട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ, മെഷീനിങ്, ടൂൾസ് ആൻഡ് മെഷീനിങ്, ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ്, കോമ്പിനേഷൻ ഓഫ് എനി സ്ട്രീം. ഓക്കെ, ബേസിക്. അപ്പം ഇതിൻ്റെയൊക്കെ കോമ്പിനേഷനോ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു സ്ട്രീമോ എല്ലാം ഉൾപ്പെടുത്തിയേക്കുന്ന ഒരു എക്സാം ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിലേക്കാണ്. അപ്പം ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു RRBയുടെ മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഒരു ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സിലബസിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റ് നമ്മൾ എന്താണ് എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ തൊട്ടല്ലേ, ഡിപ്ലോമയ്ക്ക് പഠിക്കുമ്പോൾ തൊട്ട് ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളല്ലേ. എല്ലാ ടെക്നിക്കൽ എക്സാംസിനും ഈ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കാണ്. റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ്, പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ്, ട്രയാങ്കുലർ ലോ ഓഫ് ഫോഴ്സസ് അല്ലേ, പിന്നെന്താണ് ഫ്രിക്ഷൻ, ഡൈനാമിക് ഫ്രിക്ഷൻ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ലിമിറ്റിംഗ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, ഇതെല്ലാം നമ്മൾ ബേസിക് ആയിട്ട് ഇതിൻ്റെ അകത്ത് പഠിക്കുന്ന സാധനങ്ങളാണ്. D'Alembert's പ്രിൻസിപ്പിൾ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. മെക്കാനിക്സിൻ്റെ എല്ലാ കാര്യങ്ങളും കവർ ചെയ്തുള്ളൊരു ഒരു ടോപ്പിക്കാണ് ഇവിടെ വന്നിരിക്കുന്നത് ഫസ്റ്റ് ഉള്ളത്. ഓക്കെ, സെക്കൻഡായിട്ട് വരുന്നത് മെറ്റീരിയൽ സയൻസ്. മെറ്റീരിയൽ സയൻസ് കുറച്ച് എല്ലാ എക്സാമുകൾക്കും നമ്മൾ പഠിക്കുന്നില്ലെങ്കിലും കുറച്ച് എന്താണ് കുറേ എക്സാമുകൾക്കൊക്കെ നമ്മൾ ഈ ഒരു സാധനം നമ്മൾ നോക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്, ടെൻസൈൽ സ്ട്രെങ്ത്, കംപ്രസീവ് സ്ട്രെങ്ത്, ഡക്റ്റിലിറ്റി, മാലബിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇതെല്ലാം ഞാൻ വീണ്ടും പറയുന്നു, ഒത്തിരി ഒരു ഹയർ ലെവലിലൊന്നും വെച്ചിട്ടുള്ള ചോദ്യങ്ങളായിരിക്കത്തില്ല ചോദിക്കുന്ന ഒരു, നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസോ കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റുവാണെങ്കിൽ ഒന്ന് ചെയ്യാം. നിങ്ങൾ നോക്കി മനസ്സിലാവും, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒരിക്കലും ഒരു ഗേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻസോ ഒന്നുമല്ല. കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കിയിരിക്കണം. കൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആയിട്ടുള്ളവർക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവിടെ എല്ലാം ചോദിക്കുന്നത്. ഈ പറയുന്ന ടഫ്നെസ്, ഇമ്പാക്ട് സ്ട്രെങ്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നതൊക്കെ ഒരു ഡെഫിനിഷൻ പോലുള്ള ചോദ്യങ്ങളൊക്കെ വരെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഓർക്കുക. അടുത്ത ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റീൽസ്, മൈൽഡ് സ്റ്റീൽ ആൻഡ് അലോയ്സ്. മെറ്റീരിയൽ ക്ലാസിഫിക്കേഷൻ, മൈൽഡ് സ്റ്റീൽ അതിൻ്റെ കോമ്പോസിഷൻ റേഷ്യോ എത്ര ആണെന്നുള്ള കാര്യങ്ങൾ, അലോയ് സ്റ്റീൽ അതിൻ്റെ കോമ്പോസിഷൻ, അതിൻ്റെ ഓരോ ടൈപ്പ് ഓഫ് അലോയ് സ്റ്റീലിലും ഇപ്പം എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അലോയ് സ്റ്റീൽസ് ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ അതിൽ ഓരോന്നിൻ്റെ കോമ്പോസിഷൻ എന്തൊക്കെയാണല്ലേ, ഏതൊക്കെ എലമെൻറ്റ്സ് ആണല്ലേ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളിത് എല്ലാ എക്സാമ്പിൾക്കും പഠിക്കുന്ന ഒരു കോർ ടോപ്പിക്കാണ്. അടുത്ത ഇമ്പോർട്ടൻസ് ഓഫ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്. ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സും വളരെ കോമൺ ആയിട്ടുള്ള നമ്മൾ പല പ്രാവശ്യം പഠിച്ചിട്ടുള്ള ടോപ്പിക്കൊക്കെ ആയിരിക്കും. അതല്ല പഠിച്ചിട്ടില്ലെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ നമുക്ക് കവർ ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. അടുത്ത മൂന്നാമത്തെ സബ്ജക്റ്റ് വരുന്നത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്. മെക്കാനിക്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു സബ്ജക്റ്റാണ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്. അപ്പോൾ സ്ട്രെസ്, സ്ട്രെയിൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പഠിക്കാനുള്ളത്. സിംപ്ലി സപ്പോർട്ടഡ് ബീം, കണ്ടിന്യൂസ് ബീം, കാൻഡിലിവർ ബീം, ടോർഷൻ ഇൻ ഷാഫ്റ്റ് ആൻഡ് ഇത്. അപ്പോൾ അതുമായിട്ടും ഉള്ള കുറച്ച് ബേസിക് കാര്യങ്ങൾ നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. സിമ്പിളായിട്ടുള്ള ടോപ്പിക്സ് ആണ്, അല്ലെങ്കിൽ ഫണ്ടമെൻ്റലായിട്ട് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു സബ്ജക്റ്റിലും വരുന്നത്. പിന്നീട് വരുന്നത് മെഷീനിങ്. ഓക്കെ, മെഷീനിങ് പിന്നെ ഞാനൊന്ന് പറഞ്ഞു പോവുകയാണ്. വെൽഡിങ്, അതുപോലെ ഗ്രൈൻഡിങ് എന്നൊക്കെ പറയുമ്പോഴത്തേന് ഒരു പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ സബ്ജക്ട്സ് ആണ് കൂടുതലും വെയിറ്റേജ് ഉള്ളതെന്നുള്ളത് നമുക്ക് വഴിയെ മനസ്സിലാവും. എന്തായാലും മെഷീനിങ്, ലെയ്ത്ത്, അതുപോലെ എന്താണ് ഷേപ്പർ, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കണം. ടൈപ്സ് ഓഫ് ലെയ്ത്ത്, അല്ലെ ലെയ്ത്തിൻ്റെ ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്, ഗ്രൈൻഡിങ് ആണെങ്കിൽ ഗ്രൈൻഡിങ് മെഷീൻസ് ഏതൊക്കെ ടൈപ്പുകളാണ്, ഓരോ ഗ്രൈൻഡിങ് ഓപ്പറേഷൻസും എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കത്തില്ല. വളരെ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അവിടെ എല്ലാം ചോദിക്കുന്നത്. അടുത്തത് വെൽഡിങ്. വെൽഡിങ് നോർമലി നമ്മൾ പഠിക്കുന്നതിനേക്കാളും കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമുക്കിവിടെ പഠിക്കേണ്ടി വരും. എപ്പോഴും നമ്മൾ പഠിക്കുന്നൊരു ടോപ്പിക്കൊന്നും അല്ല വെൽഡിംഗ്. ഒന്നും ഒത്തിരി ഒന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ പഠിക്കത്തില്ല. അപ്പം ഇവിടെ എന്തുകൊണ്ട് വെൽഡിങ്, ക്ലാസിഫിക്കേഷൻ ഓഫ് വെൽഡിംഗ് പ്രോസസ്സ്, എല്ലാ ടൈപ്പ് ഓഫ് വെൽഡിംഗ് പ്രോസസ്സ്, ആർക്ക് വെൽഡിംഗ്, ഗ്യാസ് വെൽഡിങ്ങും അതിൻ്റെ ഡിഫറൻറ്റ് ടൈപ്സ്, സബ്മേർജ്ഡും, കാർബൺ ഡയോക്സൈഡ് വെൽഡിങ്ങും, മിഗ് വെൽഡിങ്ങും, ടിഗ് വെൽഡിങ്ങും, അൾട്രാസോണിക് വെൽഡിങ്, എല്ലാ ടൈപ്പ് ഓഫ് വെൽഡിങ്ങും അതിൻ്റെ അഡ്വാൻറ്റേജസും അതിൻ്റെ ഒരു പ്രോസസ്സും കാര്യങ്ങളും നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കണം. ഇത് കുറച്ചുകൂടെ
നമുക്ക് അത്ര പരിചയമില്ലാത്തൊരു ടോപ്പിക്കായിരിക്കും. പക്ഷേ എന്നാലും നിങ്ങൾക്കറിയാം എളുപ്പത്തിൽ പഠിക്കാവുന്ന ടോപ്പിക് തന്നെയാണ്, ഒത്തിരി കഥയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അടുത്തത് ഗ്രൈൻഡിങ് ആൻഡ് ഫിനിഷിംഗ് പ്രോസസ്സ്. ഗ്രൈൻഡിങ്ങിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. ഗ്രൈൻഡിങ് പ്രോസസ്സ് അപ്പം എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് മെറ്റീരിയൽ ബൈ ഗ്രൈൻഡിങ്, അബ്രസീവ്സ് കാര്യങ്ങൾ, അതിൻ്റെ അബ്രസീവിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളും, അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അബ്രസീവ്സും കാര്യങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പം ഗ്രൈൻഡിങ് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ നമുക്ക് പഠിക്കാനുണ്ടല്ലേ. പിന്നെന്തോ പറയുന്നുണ്ട് ഇവിടെ ഒരു ടോപ്പിക്ക് ഇലക്ട്രോപ്ലേറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. ഇലക്ട്രോപ്ലേറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. ഇതും കുറച്ച് ഗ്രൈൻഡിങ് ആൻഡ് ഫിനിഷിംഗ് പ്രോസസ്സ് വരുമ്പോഴത്തേക്കിന് കുറച്ചുകൂടെ പരിചിതമല്ലാത്തൊരു ടോപ്പിക് ആയിരിക്കും. പക്ഷേ എന്താണ്, അത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. വീണ്ടും വരുന്നു പ്രൊഡക്ഷൻ റിലേറ്റഡ് തന്നെ വേണമെങ്കിൽ പറയാം. മെട്രോളജി വരുന്നുണ്ട്. മെട്രോളജി നമുക്ക് കോമൺ ആയിട്ട് കുറേ സബ്ജക്ട്സ് നമുക്ക് അറിയാവുന്ന സബ്ജക്ട്സ് ആണ്. മെട്രോളജിയിൽ വരുന്നത് ഏതാണ്? ലീനിയർ മെഷർമെൻറ്റ്, സ്ലിപ്പ് ഗേജസ്, ഡയൽ ഇൻഡിക്കേറ്റർ, ബെവൽ പ്രൊട്രാക്ടർ, കുറേ ടൈപ്പ് ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് അവിടെ വരുന്നത്. സൈൻ ബാർ, കമ്പാരറ്റേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പാരറ്റേഴ്സ് ആയിട്ടുള്ള മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഒപ്റ്റിക്കൽ, ന്യൂമാറ്റിക്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ റഫ്നെസ്സിൻ്റെ കാര്യങ്ങൾ, മെഷർമെൻറ്റ് ഓഫ് റഫ്നെസ്, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഇതൊക്കെ ഒത്തിരി കോമൺ ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്കുമാണ്, ഒത്തിരി പാടുള്ള ഏരിയ അല്ല. അടുത്തത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീനറി. ഇത് ഏത് എക്സാം വന്നാലും ഈ ഒരു FM ഉം HM ഒക്കെ അതിൻ്റെ അകത്ത് കാണുന്നതാണ്. നമുക്കറിയാം പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ എന്താണ്, വിസ്കോസിറ്റി, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോപ്പർട്ടീസ് ആണ്. ഓരോ പ്രോപ്പർട്ടീസ് ആൻഡ് യൂണിറ്റ് ആൻഡ് ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയണം. അതുപോലെ അപ്പം മെഷർമെൻറ്റ് ഓഫ് പ്രഷർ മെഷർമെൻറ്റ്, കൺസെപ്റ്റ് ഓഫ് ബോയൻസി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കറിയാം. ഫ്ലൂയിഡ് മെക്കാനിക്സിൽ എല്ലാ സിലബസിലും ഉൾപ്പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് വരുമ്പോഴത്തേക്കിന് HM പമ്പ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പമ്പ്, സെൻട്രിഫ്യൂഗൽ പമ്പ്, അതിൻ്റെ എഫിഷ്യൻസി, മാനോമെട്രിക് എഫിഷ്യൻസി, വോളിമെട്രിക് എഫിഷ്യൻസി, മെക്കാനിക്കൽ എഫിഷ്യൻസി, അതിൻ്റെ ക്യാവിറ്റേഷൻ കൺസെപ്റ്റ്, പിന്നെ ജെറ്റ് ആൻഡ് സബ്മർസിബിൾ പമ്പ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പമ്പുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു മോഡ്യൂളിൽ പഠിക്കുന്നത്. HM സ്ഥിരമായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അടുത്ത 9ാമത്തെ മോഡ്യൂളാണ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ്. ഇതും അത്ര കോമൺ അല്ല, എന്നാലും ചില പോളിടെക്നിക് ലെക്ചർ പോലുള്ള എക്സാമുകൾക്കും അല്ലെങ്കിൽ ഒരു ബിടെക് ലെവൽ എക്സാമുകൾക്കൊക്കെ മിക്കവാറും ഈ ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് തിയറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പെർട്ട്, CPM, ജോബ് അനാലിസിസ്, മോട്ടിവേഷൻ, ഇതെല്ലാം കുറേ തിയറി കാര്യങ്ങളൊക്കെയാണ്. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഇൻവെൻട്രി കൺട്രോൾ മോഡൽ, ABC അനാലിസിസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്, ഈ ഒരു ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് തെർമൽ എഞ്ചിനീയറിംഗ് അറിയാം. തെർമോഡൈനമിക്സും തെർമലുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. ലോസ് ഓഫ് തെർമോഡൈനമിക്സ്, പിന്നെ അതുപോലെ എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസ്, കാർനോട്ട് സൈക്കിൾ, ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിളൊക്കെ, എയർ കംപ്രസേഴ്സ്, സൈക്കിൾസ് ആൻഡ് അപ്പോൾ എയർ കംപ്രസേഴ്സും റെഫ്രിജറേഷൻ സൈക്കിൾസും ഒക്കെ റെഫ്രിജറേഷനുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഇതെല്ലാം കൂടെ ഒരു മോഡ്യൂളിലാണ് കൊടുത്തേക്കുന്നത്. തെർമൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു മോഡ്യൂളിലാണ് കൊടുത്തേക്കുന്നത്. കുറച്ച് വെയിറ്റേജ് ഒക്കെ വെച്ചിട്ട് വരുന്നൊരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് 10 മോഡ്യൂളുകൾ നോർമലി ഉള്ള നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നമ്മൾ പറയുന്നുള്ളൂ. ഈ ഒരു സിലബസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ എന്തായാലും അത്യാവശ്യം ഒന്ന് പ്രിപ്പയർ ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങൾ ടെക്നിക്കൽ എക്സാംസുകൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയായിരിക്കും ഇത്. അതുപോലെ 2019 എക്സാം അല്ലേ. 2019 ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്ന് പറയുമ്പോൾ നോക്കിയാൽ മനസ്സിലാവും പ്രൊഡക്ഷൻ ആൻഡ് മെറ്റീരിയൽ സയൻസ്, പ്രൊഡക്ഷൻ സബ്ജക്റ്റ്. അപ്പം ഈ ഒരു മെട്രോളജി ഉൾപ്പെടെ ഉള്ള വെൽഡിങ്, ഗ്രൈൻഡിങ്, ലെയ്ത്ത്, അതെല്ലാം കൂടെ ഉൾപ്പെടുത്തി ഉള്ള ഒരു ഇതാണ് പ്രൊഡക്ഷൻ ആൻഡ് മെറ്റീരിയൽ സയൻസ് എന്ന് പറയുന്നത്. ഒരു 40 ക്വസ്റ്റിനോളം വരുന്നുണ്ട്, ലാസ്റ്റ് എക്സാംസിന് വരുന്നുണ്ട്. മെക്കാനിക്സ് ഏകദേശം ഒരു 10-12 ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ 11 മുതൽ 14 ക്വസ്റ്റ്യൻസ് വരെ മെക്കാനിക്സ് വരുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് വെയിറ്റേജ് വരുമ്പോൾ ഒരു 10 to 12 ആണ്. ഫ്ലൂയിഡ് മെക്കാനിക്സ് 10 to 11. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ഒരു 10 ക്വസ്റ്റിനോളം വരുന്നുണ്ട്. തെർമോഡൈനമിക്സ് വളരെ കുറച്ചേ വരുന്നുള്ളൂ, 2 to 5 വരുന്നുള്ളൂ. അപ്ലൈഡ് തെർമോഡൈനമിക്സ് ഒരു 15 ക്വസ്റ്റ്യൻസ് കൂട്ടിക്കും. അപ്പോൾ എന്തായാലും ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ഒരു പ്രൊഡക്ഷൻ റിലേറ്റഡ് ഒരു സബ്ജക്റ്റിന് വെയിറ്റേജ് നമുക്കിവിടെ കൂടുതൽ കൊടുക്കണം എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുന്നത് നമുക്ക് അനലൈസ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ ഈ കാര്യമാണ് നിങ്ങളോടൊന്ന് പറയാൻ ഞാൻ ഉദ്ദേശിച്ചത്. ബേസിക്കായിട്ട് നിങ്ങൾ ആലോചിച്ചിരിക്കുക, എക്സാം ഒത്തിരി ഒരു ഹയർ ലെവലായിരിക്കും അല്ലെങ്കിൽ ഒരു ടഫ് ലെവലായിരിക്കുമെന്നൊന്നും വിചാരിക്കേണ്ട. നമ്മൾ നോർമലി ഒരു ടെക്നിക്കൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സബ്ജക്റ്റുകൾ തന്നെ ഉൾപ്പെട്ടുള്ള ഒരു സിലബസാണ്. അതൊരു ഡിപ്ലോമ ലെവലൊക്കെ ചോദിക്കത്തുള്ളൂ എന്ന് വെച്ചാൽ അത് ഏറ്റവും സിമ്പിളായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല. പ്രിപ്പയർ ചെയ്യുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ കണ്ടുപോകുന്നവർക്കും മാത്രമേ അവിടെ എന്ത് ചെയ്യാൻ പറ്റൂ, ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ പറ്റൂ. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. നിങ്ങൾ ടെക്നിക്കൽ എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ മറ്റുള്ള എക്സാമുകൾക്കും പ്രയോജനം വരുന്ന രീതിയിലുള്ളൊരു കണ്ടന്റാണ്. നിങ്ങളുടെ കോർ സബ്ജക്റ്റുകളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് സ്ട്രോങ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സംഭവമാണ് ഈ ഒരു
എക്സാം. ഇതിൽ എല്ലാത്തിലുപരി ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, RRBയുടെ എക്സാംസ് എല്ലാ വർഷവും ഈ ഒരു ജൂലൈ സെപ്റ്റംബർ കാലഘട്ടത്തിൽ നോട്ടിഫിക്കേഷൻ വരും എന്നുള്ള രീതിയിലൊരു സംഭവം വന്നിട്ടുണ്ട്. ആ ഒരു സമയത്തേക്കിന് ഏത് ഡേറ്റിലായിരിക്കും എക്സാം വരുന്നതെന്നുള്ളത് നമുക്കൊരു അനൗൺസ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഇത് അധികം താമസിക്കാതെ തന്നെ അടുത്ത എക്സാമുകളും ഒക്കെ വരുമായിരിക്കും. അപ്പോൾ സ്ഥിരമായിട്ട് ഈ എക്സാം വിളിച്ചാലും നമുക്ക് എന്താണ് അവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെന്നുള്ള കാര്യം ആലോചിക്കുക. ഏജ് ലിമിറ്റ് നേരത്തെ പറയുന്ന പോലെ തന്നെ ALPക്കൊക്കെ ഒരു 3 ഇയർ ഇത് തന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇവിടെയും കിട്ടും. ഈ കൊറോണയൊക്കെ പ്രമാണിച്ചൊക്കെ ആണെന്ന് തോന്നുന്നു ഒരു 3 ഇയർ + 3 ഇയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ഒരു 33 ആണ് ഏജ് ലിമിറ്റ് ഉള്ളത്. അത് ചിലപ്പോൾ നാളെ 36 ആയാലും നമുക്ക് പറയാൻ സാധിക്കുകയില്ല. 33 + 3 ആയി 36 ആയി കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഏജ് ലിമിറ്റും ഉണ്ട്. അപ്പം ഇതിനെല്ലാത്തിനും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊന്ന് റെഡി ആയിട്ടിരിക്കണം. നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു എക്സാം പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഇത്രയും സബ്ജക്റ്റുകളൂടെ വേണം. ഈ സബ്ജക്റ്റുകളോടൊക്കെ പാരലായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ടെക്നിക്കലിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ പാരലായിട്ട് ഈ സബ്ജക്റ്റുകളോട് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ എന്താണ് നമുക്ക് എക്സാമിന് നമുക്ക് എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഏണസ്റ്റ് അക്കാഡമിയിൽ RRBയുടെ എക്സാംസ് ഫോക്കസ് ചെയ്തുകൊണ്ട് RRB ALPയും RRB JEയും ടെക്നീഷ്യൻ എക്സാമുകളും ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ക്ലാസ്സുകൾ ലൈവായിട്ട് നടക്കുന്നുണ്ട്. അവിടെ എക്സാംസും കാര്യങ്ങളും അല്ലെങ്കിൽ ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സുകളെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് CBT 1 സെപ്പറേറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കോഴ്സ് നിങ്ങൾക്ക് അവൈൽ ചെയ്യാം. അതുപോലെ CBT 2 ടെക്നിക്കൽ മാത്രമായിട്ടാണ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതെങ്കിൽ CBT 1 നിങ്ങൾക്കറിയാം, CBT 2 മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും എടുക്കാം. ഇതൊന്നും അല്ലെങ്കിൽ കോംബോ ആയിട്ടും ഈ കോഴ്സ് എടുക്കാവുന്നതാണ്. അപ്പോൾ എന്നിരുന്നാലും നിങ്ങൾക്ക് കോഴ്സിനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ ഫില്ല് ചെയ്യാം. അപ്പം ഈ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.